യുഎയിലെ പാചക പ്രതിഭകൾ മുതൽ തീറ്റ മത്സരത്തിലെ അധികായർ വരെ മാറ്റുരച്ച രുചിപ്പെരുമയുടെ മത്സരം. മീഡിയ വൺ സ്റ്റാർ ഷെഫിലെ കാഴ്ചകളിലേക്കാണ് ഇനി. യുഎയിലെ പാചകരത്നം പതിവ് പാചക മത്സരങ്ങളെക്കാൾ കാണികളിൽ ആവേശം നിറക്കുന്നതുകൂടിയാണ് മീഡിയ വൺ സ്റ്റാർ ഷെഫിലെ ഓരോ പോരാട്ടങ്ങളും. യുഎയിലെ പാചക പ്രതിഭകളെ കണ്ടെത്താനുള്ള സ്റ്റാർ ഷെഫ്, രുചിലോകത്തെ കുട്ടിപ്രതിഭകളെ കണ്ടെത്താനുള്ള ജൂനിയർ ഷെഫ് മത്സരങ്ങൾക്ക് പുറമെ ഇത്തവണത്തെ കിടിലൻ ഐറ്റമായിരുന്നു പൊറോട്ട പ്രോമാക്സ്. പൊറോട്ട കൊണ്ട് പുതിയൊരു വിഭവം തയ്യാറാക്കാൻ അറിയുന്ന ആർക്കും മത്സരിക്കാവുന്ന വിഭാഗമായിരുന്നു ഇത്. മത്സരാർത്ഥികൾ പൊറോട്ടയിൽ തീർത്ത വിഭവങ്ങൾ കണ്ട് മാർക്കിടാനെത്തിയ ജഡ്ജസിന്റെ വരെ കണ്ണു തള്ളി. പൊറോട്ട കുനാഫ, പൊറോട്ട ചുരുട്ട്, പൊറോട്ട ദം ബിരിയാണി, പൊറോട്ട പായസം തുടങ്ങി പ്രൊഫഷണൽ പൊറോട്ടയടിക്കാർ പോലും ഞെട്ടിപ്പോകുന്ന പ്രോമാക്സ് വിഭവങ്ങൾ വേദിയിൽ നിരന്നു. പൊറോട്ടയിൽ ഇത്രയും വിഭവങ്ങൾ അവരുണ്ടാക്കിയത് തന്നെ ഒരു നല്ലൊരു വിഷ്വൽ ഇതായിരുന്നു. അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അവർ അതിൻ്റെ പുറകിൽ. വളരെ നല്ലതായിരുന്നു, നല്ല ഇൻട്രസ്റ്റിംഗ്. ജഡ്ജ്മെൻറ്റ് കുറച്ച് ടഫായിരുന്നു, കാര്യം അത്രത്തോളം വെറൈറ്റികൾ അവർ തന്നെ കഴിവുകൊണ്ട് കാണിച്ചിട്ടുണ്ട്. ഫലം പ്രഖ്യാപിച്ചപ്പോൾ പൊറോട്ട കൊണ്ട് ദം ബിരിയാണി ഉണ്ടാക്കാമെന്ന് തെളിയിച്ച ചവക്കാട് സ്വദേശി നസീബ ഉനിക്കണ്ടത്ത് ഒന്നാം സ്ഥാനം സ്വന്തമാക്കി. ഞാനൊരു ദം ബിരിയാണിയാണ് ചെയ്തത്. നമ്മൾ മലയാളികൾക്ക് പൊറോട്ട ഒരു വികാരമാണ്, അതുപോലെ ബിരിയാണി ഒരു വികാരമാണ്. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് പൊറോട്ട കൊണ്ട് ശരിക്കുള്ള ഒരു ബിരിയാണി? നമ്മൾ സാധാരണ കൊത്തു പൊറോട്ട അല്ലെങ്കിൽ മിക്സ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കഴിക്കാറുണ്ട്. പക്ഷേ പൊറോട്ട ശരിയായിട്ടുള്ള ബിരിയാണി ഫ്ലേവറിൽ ശരിക്കും ബിരിയാണിയുടെ ആ ഒരു ഫ്ലേവർ കൊടുത്തിട്ട് അങ്ങനെ ചെയ്തപ്പോൾ സക്സസ്. പൊറോട്ടയിൽ ജിഞ്ചർ പ്രഥമൻ സാധ്യമാക്കിയ ഹരിപ്പാട്ടുകാരൻ സഞ്ജീവ് നായർക്കാണ് രണ്ടാം സ്ഥാനം. മൈമൂന അഷ്കർ മൂന്നാം സ്ഥാനം നേടി. മത്സരിക്കുന്നവർക്കായി കയ്യടിയും ആർപ്പുവിളിയും ഉയരുന്ന വിധം ആവേശകരമായിരുന്നു പൊറോട്ട തീറ്റ മത്സരം. വയറ് നിറയ്ക്കുന്ന ഇഞ്ചോടിഞ്ച് പോരാട്ടം. 2.5 പൊറോട്ടയിൽ അവസാനിപ്പിച്ച് പിൻവാങ്ങേണ്ടി വന്നവർ ഒരു വശത്ത്, ഒന്നിനു പിറകെ ഒന്നായി പൊറോട്ട വാങ്ങിക്കൂട്ടി ചിക്കൻ ചാറും കൂട്ടിയടിച്ച് പരസ്പരം വിട്ടുകൊടുക്കാതെ മുന്നേറുന്ന കേമന്മാർ ഒരു വശത്ത്. 20 മിനിറ്റ് സമയം കൊണ്ട് 10ഉം 11ഉമൊക്കെ പൊറോട്ട ഒറ്റയിരിപ്പിൽ തിന്നാൻ പറ്റുമോ? പറ്റുന്നവരുണ്ടത്രേ. ഈ ഇനത്തിൽ ജേതാവായ ചവക്കാട്ടുകാരൻ നൌഷാദ് അകത്താക്കിയത് 11.25 പൊറോട്ടയായിരുന്നു. നമുക്കിതിന് പറയാനുള്ളത്, നമ്മൾ ലക്ഷ്യമാണ് നമുക്ക് മുഖ്യമായിട്ടുള്ളത്. കാരണം തിന്നാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഞാനൊന്ന് മീഡിയ വണ്ണിൻ്റെ ഈ ഒരു സംരംഭത്തിൽ നമ്മളൊന്ന് പങ്കെടുത്ത് എങ്ങനെയും വിജയം കണ്ടെത്താൻ പറ്റുമോ എന്നുള്ള എൻ്റെ ഒരു ശ്രമമാണ്. ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു, ഞാൻ വിജയിച്ചു. ഫോട്ടോ ഫിനിഷിംഗ് വേണ്ടി വന്നു രണ്ടാം സ്ഥാനക്കാരനെ നിശ്ചയിക്കാൻ. 11 പൊറോട്ട വീതം ശാപ്പിട്ട അജ്മലും സഫ്വാനുമാണ് 2ഉം 3ഉം സ്ഥാനങ്ങൾ നേടിയത്. അടുക്കളയിൽ കയറുന്ന കുട്ടികൾ ചില്ലറക്കാരല്ലെന്ന് തെളിയിക്കുന്നതായിരുന്നു ജൂനിയർ ഷെഫ് മത്സരം. ഒന്നാം സ്ഥാനം നേടിയത് തലശ്ശേരി സ്വദേശി അര ഹനീഫ്. It's a fusion with Indian and Japanese or something. It was easy at first, but then at the rolling points and cutting points, it got a little hard, but then I got it. പാലക്കാട്ടുകാരി അതുല്യ ചക്കിങ്ങൽ രണ്ടാം സ്ഥാനത്തെത്തി. എന്താ ഉണ്ടാക്കിയത്? ബീട്രൂട്ട് ഓയിൽ പായസം. ആരാ ഉണ്ടാക്കാൻ പഠിപ്പിച്ചതൊക്കെ? അമ്മ. ഓക്കെ. നേരത്തെ വീട്ടിലുണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ ഈ ബീട്രൂട്ട് അവിൽ പായസം? ഫൈജ ഫിജാസ് ആയിരുന്നു ജൂനിയർ ഷെഫിലെ 3ആം സ്ഥാനക്കാരി. പ്രധാന ഇനമായ സ്റ്റാർ ഷെഫ് മത്സരത്തിൽ സ്റ്റാർ ആവുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആദ്യം പാചകത്തിൻ്റെയും വിഭവത്തിൻ്റെയും വീഡിയോ അയച്ച് പ്രാഥമിക റൗണ്ടിലേക്ക് തിരഞ്ഞെടുക്കപ്പെടണം. പ്രാഥമിക റൗണ്ടിൽ തയ്യാറാക്കി കൊണ്ടുവന്ന വിഭവങ്ങളാണ് മത്സരിക്കുക. രുചിയുടെ അടിസ്ഥാനത്തിൽ വിധികർത്താക്കൾ ഈ റൗണ്ടിൽ നിന്ന് 10 പേരെ ഫൈനൽ റൗണ്ടിലേക്ക് തിരഞ്ഞെടുക്കും. ഫൈനലിൽ വിധികർത്താക്കൾ മിസ്റ്ററി ബോക്സിൽ നൽകുന്ന മുൻകൂട്ടി പരിചയമില്ലാത്ത ചേരുവകൾ കൊണ്ടാണ് വിഭവങ്ങൾ ഒരുക്കേണ്ടത്. കഠിനം. അതായത് ഓരോ തവണ നമുക്കറിയാം ഇത് കഠിനമായിട്ടുള്ളൊരു മത്സരം തന്നെയാണെന്നുള്ള മുൻവിധിയിലാണ് വന്നതെങ്കിലും ഓരോ തവണയും നമ്മളെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ചിട്ട് മാറുകയാണ്. ഇത്തവണത്തെ ഇൻഗ്രീഡിയൻസ് ചൂസ് ചെയ്ത് തന്നെ ഭയങ്കര ചലഞ്ചായിട്ട് നമ്മളവരെ ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കി. പക്ഷേ അവർ നമ്മളെ വീണ്ടും തിരിച്ച് ചലഞ്ച് ചെയ്തിട്ടാണ് ഒരു പ്ലേറ്റായിട്ട് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരിക. ഒന്നും പറയാനില്ല. ആൻഡ് സ്റ്റാർ ഷെഫ് മീഡിയ വൺ ഒരുക്കുന്ന ഈ ഒരു മത്സരം എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ടോപ്പ് മത്സരമായിട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ നോക്കിയാൽ എനിക്ക് തോന്നുന്നു അതിനേക്കാൾ ഒരു ടൈം കൂടി വേറൊരു ലെവലിലേക്ക് മാറി. പിന്നെ ഫൈനൽ മത്സരം ഒരു രക്ഷയില്ലാത്ത മത്സരമായിരുന്നു. ലിമിറ്റഡ് ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് മാജിക് തീർത്തു എന്ന് പറയാം. നമുക്ക്
വീഡിയോസ് വരുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ബെസ്റ്റ് ആയിരിക്കും. അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു 24 ഡിഷസ് അതിവിടെ വന്നപ്പോൾ അതേപോലെ തന്നെ അപ്പോൾ എനിക്ക് എന്നോട് ഓക്കെ ഞാൻ ശരിയായ ആൾക്കാരാണ് സെലക്ട് ചെയ്തതെന്നുള്ള ഒരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു. രുചിയുടെ ഏറ്റക്കുറച്ചിൽ വിധി നിർണയിക്കുന്ന മത്സരത്തിൽ 2ാം സ്ഥാനത്തെത്തിയത് കോഴിക്കോട് കക്കോടി സ്വദേശി ജസീന കരീം. കഴിഞ്ഞ വർഷവും 2ാം സ്ഥാനക്കാരിയാണ് ജസീന. എങ്കിലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. മത്സരം തുടരുന്നേ ചെയ്യും. കാരണം ഇത് എനിക്ക് പാഷനാണ്. എന്നെ സംബന്ധിച്ചെടുത്തിട്ട് നമ്മൾ വീട്ടിൽ നിന്നൊന്നും ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിലല്ല നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള മിസ്റ്ററി ബോക്സ് വരുന്ന കുക്കിംഗ് ഇതിൽ വരുമ്പോഴാണ് നമ്മൾ ഇതുപോലെ നമ്മളെ ചലഞ്ച് ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ച് കുക്കിംഗ് ഒരു പാഷനാണ്. സോ ഇനിയും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തന്നെയാണ് എനിക്കിഷ്ടം. ഫർസാന അസീസ് സ്റ്റാർ ഷെഫിലെ 3ാം സ്ഥാനം നേടിയപ്പോൾ ഫർഹാന ജൻസീർ വിധികർത്താക്കളുടെ പ്രത്യേക പരാമർശത്തിന് അർഹയായി. ആരായിരിക്കും ഈ വർഷത്തെ മീഡിയ 1 സ്റ്റാർ ഷെഫ് എന്ന ഭക്ഷണപ്രേമികളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് ഒടുവിൽ ജേതാവിനെ പ്രഖ്യാപിച്ചു. UAE പാചകരത്നം മീഡിയ 1 സ്റ്റാർ ഷെഫ്. The first prize goes to most talented Shabana Jasmine. ഒരു സ്റ്റഫ്ഡ് പാസ്തയും പിന്നെ കാരാമലൈസ്ഡ് ബട്ടർ സ്കോച്ച് ചിക്കനാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇതൊരു മത്സരമല്ലേ, അപ്പം നമുക്ക് പറ്റുന്നിടത്തോളം നമ്മൾ ചെയ്യാം. 3000 ദിർഹമിന്റെ ക്യാഷ് പ്രൈസ് ഉൾപ്പെടെയുള്ള സമ്മാനങ്ങളായിരുന്നു ജേതാവിനെ കാത്തിരുന്നത്. 2000 ദിർഹമായിരുന്നു 2ാം സ്ഥാനത്തിനുള്ള ക്യാഷ് പ്രൈസ്. ഷെഫ് പിള്ളയുടെ ഷെഫ് തിയേറ്റർ എന്ന പേരിലെ ലൈവ് കുക്കിംഗ് പ്രദർശനവും UAE പ്രമുഖ ഫുഡ് വ്ളോഗർമാരുമായുള്ള സംവാദവും സ്റ്റാർ ഷെഫിന്റെ 4ാം സീസണെ സമ്പന്നമാക്കി. ഒപ്പം സംഗീത വിരുന്നൊരുക്കിയ ഈ സഹോദരങ്ങളും. രുചികരമായ ഭക്ഷണ വിഭവങ്ങളുടെ സ്വാധീന പിന്നാലെ ശ്രുതിമധുര ഗാനങ്ങളുമായി ദാന റാസിഖ്, ദുർറ റാസിഖ്, റഫ റാസിഖ് എന്നിവർ കാണികളെ കയ്യിലെടുത്തു. ഷാർജ സഫാരി മാളിന്റെ പാർക്കിംഗ് മേഖലയിൽ തിങ്ങി നിറഞ്ഞ കാണികളുടെ വയറും മനസ്സും ഒരുപോലെ നിറച്ചാണ് സ്റ്റാർ ഷെഫ് 4ാം സീസണ് കൊടിയിറങ്ങിയത്.